അങ്ങനെയാണ് നിക്കാഹ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു പാട്ട് സീനിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. അത് നല്ലൊരു, കാരണം ആ പാട്ട് അങ്ങനെ സിനിമ നന്നായി ഓടിയില്ലെങ്കിലും ഈ പാട്ട് ഈ ചാനലുകളിൽ വരുമല്ലോ, അപ്പൊ അതിലും പ്രധാനമായിട്ട് ഡെയിലി കാട്ടുകൊണ്ടിരിക്കുമ്പോ നീ സിനിമയിലുണ്ട് ഇത് ചങ്ങായിമാർ പറയും നിന്റെ പാട്ട് കണ്ടല്ലേ ചാനല്, ഞാൻ പറഞ്ഞ അതന്നെ അപ്പൊ ഒരു ചെറിയൊരു മാസം പിടിച്ചിരിക്കും, അതിൽ മാത്രമേ പാട്ടിൽ. എന്നിരുന്നാലും ഇപ്പൊ താങ്കളെ പോലുള്ള തുറന്നു പറഞ്ഞു അല്ലേ, അല്ല ഇതിലൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് ഈ വാക്കുകൾ കേൾക്കുന്ന ശ്രോതാക്കള് ഇപ്പൊ നമ്മളെക്കാളും നന്നായി പാടുന്നവരാണ്, പക്ഷെ അവർക്ക് ചിലപ്പോൾ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവസരം കിട്ടാത്തതുകൊണ്ടാണ് അവരറിയപ്പെടാത്തത്. ചിലപ്പോൾ നമ്മളൊക്കെ നന്നായി ചില പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ ഒരു പാട്ട് പാടാൻ അവസരം കിട്ടിയ സിംഗർ നമ്മളൊന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ എത്തൂല, പക്ഷെ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. അതേപോലെ തന്നെയാണ് സിനിമയിൽ ചിലപ്പോൾ നമ്മൾ ചില പാട്ട് കേൾക്കുമ്പോൾ ഇത് സിനിമയിലെ പാട്ടാണോ ഇതെന്താ ഇങ്ങനെയെന്ന് പറയും, പക്ഷെ അങ്ങനെ അവസരങ്ങൾ കിട്ടണം. അതേപോലെ നന്നായി പാടുന്ന എത്ര സിനിമയിൽ പാടാത്ത എത്ര ആൾക്കാരുണ്ട്, തീർച്ചയായിട്ടും സിനിമയിൽ പാടാൻ അവസരം കിട്ടാത്ത എത്ര നല്ല പാട്ടുകാരുണ്ട്, അവർക്കെല്ലാം അവസരം കിട്ടട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയം, ഈ ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ ഈ അത്യാവശ്യം കുടിൽ വ്യവസായം പോലെയാണ് നമ്മളിപ്പോൾ സ്റ്റുഡിയോ ഉള്ളത്. എല്ലാവർക്കും അവരവരുടെ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം കലാകാരന്മാരുണ്ട്. അവരുടെ കഷ്ടപ്പാട് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് വേറെ ഒരു പ്രോഗ്രാം കൊണ്ട് നടക്കുന്ന കലാകാരന്മാരാണ്, പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു വേദി ഇല്ലല്ലോ, അതിനില്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. എല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഈ ഒരുപാട് പാട്ട് ഗായകൻ എന്ന രീതിയിൽ മറ്റു റോളുകളിലേക്ക് ഇപ്പം നിക്കാഹിലെ ഒരു ഡാൻസിൻ്റെ കാര്യം പറഞ്ഞു, അതല്ലാതെ ആൽബങ്ങൾ, ഡയറക്ഷൻ, മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ആൽബം ഈ പ്യാർ സജ്ന എന്ന ആൽബത്തിൽ ടോട്ടൽ അഭിനയിച്ച ഞാൻ തന്നെയാണ്. അതിൽ അതൊരു കല്യാണത്തിൽ അതിലൊക്കെ ഉണ്ട്. കവിളിലെ നാണം വിൽക്കുന്നോളെ കവിളിലെ നാണം കാട്ടാത്തോളെ, ഈ പാട്ട് അതിൻ്റെ ഒറിജിനൽ പാട്ട് കൗബയിൽ നിന്നൊരു സുന്ദര ഗാനം കരളുകളിൽ, ഈ പാട്ടാണ്. ഈ ടൂണ് കേട്ടു നിങ്ങൾ, കൗബയിൽ നിന്ന് അരിപ്പോ തിരിപ്പോ, ഈ പാട്ടാണ് അരിപ്പോ തിരിപ്പായിട്ട് വന്നത്, ഈ ടൂണാണ് അരിപ്പോ തിരിപ്പായിട്ട് വന്നത്. അതിന്റെ മ്യൂസിക് ചെയ്തത് ഞാനാണ്. ഈ കൗബയിൽ നിന്ന് പറഞ്ഞ പാട്ടിന്റെ മ്യൂസിക് ചെയ്ത ആളാണ് ഞാൻ.